ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വാട്സാപ്പിൽ നമ്മൾ സാധാരണ മെസ്സേജുകളൊക്കെ വിടുമ്പോൾ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് വിടാനായിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ മലയാളമാണ്. അപ്പോൾ മലയാളം കൂടാതെ നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യും, മംഗ്ലീഷായിട്ട് ടൈപ്പ് ചെയ്യും. പിന്നെ അതുകൂടാതെ പല പല ഭാഷകൾ, ഏത് ഭാഷകൾ വേണമെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് ചിലപ്പോൾ മലയാളം തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. വാട്സാപ്പിലായാലും ആപ്ലിക്കേഷനിൽ നമുക്ക് നമ്മളുടെ കീബോർഡിൻ്റെ ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പിന്നെ എനിക്കിത് പറയാനുള്ളത്, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ താഴെ ചുവന്നാണ് കിടക്കണമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് അമർത്തുക. തൊട്ടപ്പുറത്തപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അത് ഓണാക്കിയിട്ട് ഓൾന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ലൈക്ക് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുള്ളത് ലൈക്ക് ഒന്ന് കൊടുക്കുക. പിന്നെ തൊട്ട് താഴെ ആഡ് കമൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായത്, അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കമൻറ്റ് എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ വാട്സാപ്പിൽ ഒരു ചാറ്റ് ബോക്സ് എടുത്തേക്കാണ്. അപ്പോൾ ചാറ്റ് ബോക്സ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ചാറ്റ് ബോക്സിൽ നമ്മൾ മെസ്സേജ് വിടുന്ന സ്ഥലത്ത് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ നമ്മളിങ്ങനെ ടൈപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും ടൈപ്പ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ഓപ്ഷനാണ് ഞാൻ ഫസ്റ്റിന് പറയാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഏത് ഭാഷയാണ്, മലയാളത്തിലാണ് നമ്മൾ പറഞ്ഞിട്ട് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അത് മലയാളത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറേ ഭാഷകൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇത്രയും ഭാഷകൾ നമുക്ക് പറയാൻ പറ്റിയ ഭാഷയാണ്. അപ്പോൾ പറയാൻ പറ്റിയ ഭാഷയിൽ നമുക്ക് മലയാളം ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ടൈപ്പ് ആവേണ്ട ഭാഷ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡിൽ ഞാനിവിടെ ഇംഗ്ലീഷാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മാറ്റിയിട്ട് നമുക്ക് വേറെ ഏത് ഭാഷയിലേക്ക് വേണമെങ്കിൽ നമുക്കിതിങ്ങനെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലുള്ള ഏത് ഭാഷ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മളിവിടെ ഫസ്റ്റിന് നമ്മൾ ഈ മൈക്രോഫോണിൻ്റെ പടമുള്ള അവിടെ നിന്ന് അമർത്തി പിടിച്ചതിന് ശേഷം എങ്ങനെ ടൈപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. വേണ്ട, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ടൈപ്പിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ സിൻടെക് മീഡിയയുടെ സംഭവം, അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് അങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആണെങ്കിൽ നമുക്കത് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെൻഡ് ആയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് അടുത്തത് ഇംഗ്ലീഷ് മാറ്റിയിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഭാഷ എടുക്കുകയാണ്, ഇറ്റാലിയൻ ഭാഷ എടുക്കുകയാണ്, സെലക്ട് ചെയ്യണ്. എന്നിട്ട് ഞാനൊന്നും കൂടി ഇതുപോലെ തന്നെ വോയിസ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വോയിസ് ഞാൻ പറയണ്, എന്തെന്നാ പറയേണ്ടത്, ഇതിങ്ങനെ ഞാൻ പറയാണ്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഇറ്റാലിയൻ ഭാഷ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മലയാളം അറിയാത്തവർക്ക് ഇംഗ്ലീഷ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇംഗ്ലീഷ് വേണമെങ്കിൽ സെലക്ട് ആക്കിയിട്ട് അങ്ങനെ പറയാൻ പറ്റും. വേറെ ഹിന്ദി ഉള്ളവർക്ക് ഹിന്ദി ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ഭാഷ വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് വിടാൻ പറ്റും. മലയാളത്തിൽ ഇപ്പോൾ നമുക്കിവിടെ മലയാളം സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ മലയാളം തന്നെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് ഈ സംഭവത്തിൽ ഇറ്റാലിയൻ മാറ്റിയിട്ട് നമുക്ക് മലയാളം എടുക്കണം. അപ്പോൾ മലയാളി എന്നുള്ള കാണാൻ പറ്റും നിങ്ങൾക്ക്, ബംഗാളി, മലയാളം സെലക്ട്. അപ്പോൾ ഞാൻ ഇറ്റാലിയൻ മാറ്റിയിട്ട് ഞാനവിടെ മലയാളം കൊടുത്തു. മലയാളം തന്നെയാണ്, മലയാളം ഇറ്റാലിയൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. മലയാളത്തിൽ നിന്ന് ഇറ്റാലിയനിലേക്ക് പോവാം, ഇറ്റാലിയൻ നിന്ന് മലയാളത്തിലേക്ക് പോകാം. അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ ജീബോർഡ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, നീല കളറിൽ കാണുന്നത് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാളേഷൻ ചെയ്യുക. മിക്കവരുടെയും ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാകും. അത് ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ തന്നെയാണ്.
അപ്പോൾ കിടിലൻ തന്നെ ആപ്ലിക്കേഷനൊക്കെയാണ്. പിന്നെ ഇതിൽ വ്യത്യസ്തമായിട്ട് പറയാൻ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഈ ഈ മൈക്കിൻ്റെ ചിഹ്നത്തിൽ അമർത്തി പിടിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇത്രയുള്ള നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ലെഫ്റ്റ് സൈഡിൽ ഒരു ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.